എക്സാമിന് മുന്നേ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമുക്കൊരു കുട്ടി ബ്രേക്കൊക്കെ വന്നിട്ടുണ്ട്. ആ പഴയ ഫ്ലോയിലേക്ക് പോകാൻ അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സ്റ്റഡി റൂം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങൾ എവിടെയാണോ പഠിക്കാനിരിക്കുന്നത് ആ സ്ഥലം ഒന്ന് ക്ലീൻ ആക്കി റെഡിയാക്കി എടുക്കുക. അവിടെ അതും ഇതൊക്കെ ഉണ്ടെങ്കിൽ, ചപ്പും ചവറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഒന്ന് ഒതുക്കി ക്ലീൻ ആക്കി ഒരു അടിപൊളി സെറ്റപ്പിലേക്ക് കൊണ്ടുവരിക. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് നമ്മൾ പഠിച്ച് തുടങ്ങുന്നതെങ്കിൽ അവിടെയും നമ്മളെ ആരും നിർബന്ധിക്കേണ്ടതുണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണോ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ഫ്ലോയിലേക്ക് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കയറി ഒത്തിരി സമയം ഇരുന്ന് വെറുപ്പിക്കാൻ നിൽക്കരുത്. മെല്ലെ മെല്ലെ പോവുക. അതായത് കുറച്ച് സമയം ഇരിക്കുക ആദ്യം, പിന്നീട് സമയം കൂട്ടി വരിക. അങ്ങനെ ഒരു ഫ്ലോയിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോസസ്സ് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. സോ ട്രൈ ടു ഡു ദാറ്റ്. ഇംഗ്ലീഷിൽ ഒരു വേർഡ് ഉണ്ട്, ദാറ്റ് ഈസ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അതായത് നമ്മൾ ഇന്ന് ചെയ്യേണ്ടത് നാളത്തേക്ക് മാറ്റി വെക്കാം, നാളെ ചെയ്യാം എന്നുള്ളത് നമ്മൾ പല ആൾക്കാർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും അത്. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നമ്മുടെ പഠനത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് നമുക്ക് പറ്റുന്നത് എന്താണോ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം ബാക്കി അങ്ങോട്ട് എന്നുള്ളൊരു തീരുമാനം എടുക്കുക. പ്രൊക്രാസ്റ്റിനേഷനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റഡീസിനെ നമുക്ക് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ലേണിംഗ് പ്രോസസ്സിനെ എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റട്ടെ, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റട്ടെ. ഹാവ് എ ഹാപ്പി ലേണിംഗ്.